ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ ശ്രീമദ് ഭാഗവതം അവലോകനമായിട്ട് ഒന്നാമത്തെ സ്കന്ധം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 4-ാമത്തെ അധ്യായം ശ്രീ നാരദ ആഗമനം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് സൂതഗോസ്വാമിയോട് ശൗനക മഹർഷിമാർ വീണ്ടും 3 ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നത് നമ്മൾ കണ്ടു. ആദ്യത്തെ അധ്യായത്തിൽ 6 ചോദ്യങ്ങൾ ശൗനകാദി മഹർഷിമാർ സൂതഗോസ്വാമിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം മറുപടി ചുരുക്കത്തിൽ സൂതഗോസ്വാമി നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ വീണ്ടും 3 ചോദ്യങ്ങൾ കൂടി 3 വിഷയങ്ങളെക്കുറിച്ച് 3 കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ജലജ മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ നമ്പർ 1 ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തിനെ പറ്റിയിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ 2 സുഖദേവ മഹർഷിയെ പറ്റിയിട്ട്. സുഖദേവ മഹർഷി ഈ ഹസ്തിനാപുരിയിൽ അവരെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനെ പറ്റിയിട്ട്. 3-ാമത്തെ ക്വസ്റ്റ്യൻ പരീക്ഷിത് മഹാരാജിനെ പറ്റിയിട്ട്. ഗംഗാതീരത്ത് എങ്ങനെ വന്നു, പരീക്ഷിത് മഹാരാജിന്റെ ജന്മം, കർമ്മം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. വളരെ കറക്റ്റായിട്ട് മാതാജി പറഞ്ഞു. 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ശ്രീമദ് ഭാഗവതത്തിന്റെ ഹിസ്റ്ററി. ശ്രീമദ് ഭാഗവതം എപ്പോൾ എവിടെ വെച്ചാണ് രചിച്ചത്, ആരാണ് രചിച്ചത്, അതിന്റെ ആ രചനയ്ക്കുള്ള പ്രചോദനം എന്തായിരുന്നു എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ 2-ാമതായിട്ട് ചോദിച്ചത് ശുകദേവ ബ്രഹ്മർഷിയെ കുറിച്ചാണ്. ശുകദേവ ബ്രഹ്മർഷി ഹസ്തിനപുരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ ഹസ്തിനപുരവാസികൾ എങ്ങനെയാണ് ശുകദേവ ബ്രഹ്മർഷിയെ തിരിച്ചറിഞ്ഞത്, ശുകദേവ് ബ്രഹ്മർഷി എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവുമായിട്ട് സന്ധിച്ചത്, ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചും ചോദിച്ചു. പരീക്ഷിത് മഹാരാജാവിന്റെ അത്ഭുതകരമായിട്ടുള്ള ജനനം, അതേപോലെ അദ്ദേഹത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ട് എന്ന് ശൗനക മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ 2 പേരും മഹാഭാഗവതന്മാരാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്നതാണ് മഹാഭാഗവതന്മാരെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ശൗനകാദി മഹർഷിമാർ ഭാഗവതത്തിനെ കുറിച്ചു ചോദിച്ചു, അതേപോലെ 2 മഹാഭാഗവതന്മാരെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മറുപടിയായിട്ട് ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് സൂത ഗോസ്വാമി വ്യാസദേവന്റെ അവതാരത്തിനെ കുറിച്ചും വ്യാസദേവൻ വേദങ്ങളെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വ്യസിച്ചതിനെ കുറിച്ചും അതിനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ചും വേദങ്ങൾ എത്ര ഭാഗമായിട്ടാണ് വ്യസിച്ചതെന്നും വേദങ്ങൾ വിശദീകരിച്ച്
ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചതിനെ കുറിച്ചും അത് തന്റെ ഏതെല്ലാം ശിഷ്യന്മാർക്കാണ് വിഭജിച്ചു കൊടുത്തത്, അതിന്റെ അധികാരം നൽകിയത്, അത് പ്രചരിപ്പിക്കുന്നതിനുള്ള ആ ഒരു അവകാശം നൽകിയത് എന്നുള്ള കാര്യമെല്ലാം സുധ ഗോസ്വാമി വിവരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ്വാപരയുഗത്തിന്റെ മൂന്നാമത്തെ പാദത്തിലാണ് വ്യാസദേവൻ അവതരിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യാസദേവൻ ഭഗവാന്റെ തന്നെ അവതാരമായിരുന്നു. ആ വ്യാസദേവൻ ദ്വാപരയുഗത്തിന്റെ അവസാന സമയത്ത് സരസ്വതി നദിയുടെ തീരത്ത് ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത യുഗത്തിലെ ജനങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ, ചിന്ത വ്യാസദേവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. കലിയുഗത്തിലെ ജനങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്ത വ്യാസദേവനുണ്ടായി. കലിയുഗത്തിലെ ജനങ്ങളെ കുറിച്ച് മുൻകൂട്ടി കണ്ടു, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ. അവർക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ താല്പര്യം കുറവായിരിക്കും. അവർ മിക്കവാറും അവിശ്വാസികളായിരിക്കും. മാത്രമല്ല, അവർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിശക്തി കുറവായിരിക്കും, അതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും, അവർക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള ശക്തി കുറവായിരിക്കും എന്നുള്ള കാര്യമെല്ലാം വ്യാസദേവന് മനസ്സിലായി. അതിനെ തുടർന്നാണ് വ്യാസദേവൻ എല്ലാവർക്കും വേദം മനസ്സിലാക്കാൻ വേണ്ടി, വേദം കലിയുഗത്തിലെ ജനങ്ങൾക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദത്തിനെ, അതുവരെ ഒരൊറ്റ ഗ്രന്ഥമായിരുന്ന വേദത്തിനെ 4 വിഭജിച്ചത്. ഇനി അതിനു പുറമെ വേദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും പഞ്ചമവേദമായിട്ട് അറിയപ്പെടുന്നുണ്ടായിരുന്നു. ആ ഇതിഹാസങ്ങളും പുരാണങ്ങളും സുധ ഗോസ്വാമിയുടെ പിതാവായിട്ടുള്ള രോമഹർഷണ മഹർഷിക്കാണ് അതിന്റെ അധികാരം നൽകിയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും അവസാന സമയത്ത് വ്യാസദേവന് ഹൃദയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി അനുഭവിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഹൃദയത്തിൽ ഒരു അപര്യാപ്തത, എന്തോ ഒരു ന്യൂനത തോന്നി. പൂർണ്ണമായിട്ടും ഒരു തൃപ്തി അനുഭവിക്കാൻ സാധിച്ചില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയെ ധ്യാനിച്ചുകൊണ്ട് സരസ്വതി തീരത്ത് തന്റെ ആശ്രമത്തിൽ ഇരുന്നു എന്നാണ് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. അതിന്റെ ഭാഗത്ത് തന്നെ, ആ സമയത്ത് തന്നെ വ്യാസദേവൻ ചിന്തിക്കുന്നുണ്ട്, ഇനി ഞാൻ ഭഗവാനെ കുറിച്ച് നേരിട്ടൊന്നും പ്രസ്താവിക്കാത്തത് കൊണ്ടാണോ എനിക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തി ലഭിക്കാത്തത് എന്നുള്ള ഒരു ചിന്തയും എന്നുള്ളൊരു സംശയവും വ്യാസദേവന്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസദേവന്റെ മുന്നിൽ നാരദ മഹർഷി വ്യാസദേവന്റെ ആശ്രമത്തിൽ പ്രത്യക്ഷനായി എന്നാണ് അവസാനത്തെ ഭാഗത്ത്, 4-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത്. അവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാരദ മഹർഷിയെ എങ്ങനെയാണ് വ്യാസദേവൻ സ്വീകരിച്ചത് എന്നുള്ള ശ്ലോകത്തിലാണ് കഴിഞ്ഞ അധ്യായം അവസാനിക്കുന്നത്. 33-ാമത്തെ ശ്ലോകത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, സമഭിജ്ഞായ സഹസാ പ്രത്യുദ്ധായാഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം ചുരപൂജിതം. തന്റെ ഗുരുവായിട്ടുള്ള നാരദ മഹർഷിയെ വ്യാസദേവൻ വിധിവത്, ബ്രഹ്മാവിനെ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതേപോലെ തന്നെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന് നൽകുന്ന ആ ഒരു ആദരം, ബ്രഹ്മാവിന് നൽകുന്ന ബഹുമാനം നൽകിക്കൊണ്ട് നാരദ മഹർഷിയെ വ്യാസദേവൻ സ്വീകരിച്ചു എന്ന് പറയും. പിന്നെ അടുത്ത അധ്യായത്തിൽ, 5-ാമത്തെ അധ്യായത്തിന് ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുള്ള പേര് വ്യാസദേവന് നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്നാണ്. ശ്രീമദ് ഭാഗവതം രചിക്കാൻ വേണ്ടി വ്യാസദേവന് നാരദ മഹർഷി നിർദ്ദേശം നൽകുന്നു. എന്താണ് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാധാന്യം എന്നുള്ള കാര്യം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. വ്യാസദേവൻ എന്തുകൊണ്ടാണ് മനസ്സിൽ തൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത്, അതിന്റെ കാരണം നാരദ മഹർഷി വ്യാസദേവന് ഈ അധ്യായത്തിൽ വിശദീകരിച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ അധ്യായം ഒന്ന് നമ്മൾക്ക് നോക്കാം.
യെസ്, ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നാരദ മഹർഷി വേദവ്യാസനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ. സൂത ഉവാച അഥം അഥതം സുഖമാസീന ഉപാസീനം ബൃഹശ്രവ ദേവർഷി പ്രാഹ വിപ്രഷി വീണാപാണി സ്മയന്നിവ. വീണാപാണിയായിട്ടാണ് നാരദ മഹർഷി പ്രത്യക്ഷനായത് എന്ന് പറയുന്നു. അപ്രകാരം ദേവർഷി സൗകര്യപ്രദമായി ഉപവിഷ്ടനാവുകയും സൗമ്യമായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബ്രാഹ്മണ ഋഷിയെ വേദവ്യാസനെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്ന് പറയും. നാരദ മഹർഷിക്ക് അറിയാം എന്താണ് വ്യാസദേവന്റെ ദുഃഖത്തിന്റെ കാരണം. അതുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നാരദ മഹർഷി വ്യാസദേവനെ അഭിസംബോധന ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ വ്യാസദേവന്റെ ഗുരുവാണ് നാരദ മഹർഷി. ഹരേഷ്ണ പ്രഭു 8ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5ാമത്തെ അധ്യായത്തില്. എന്താണ് മാതാജി? 5ാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 8ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഭു. 8ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിട്ട് ഓക്കെ. യെസ്, അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് ഓടിച്ചു പോവാം. അതിനുശേഷം വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നത്, നിങ്ങൾ ശരീരത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട്, ശരീരം ആത്മാവായി കണക്കാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം 2ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം വ്യാസദേവൻ വേദങ്ങളെല്ലാം രചിച്ചെങ്കിലും അതിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിനാണ്. അതുകൊണ്ടാണ് വ്യാസദേവന് പൂർണ്ണമായിട്ടുള്ള തൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു സൂചന 2ാമത്തെ ശ്ലോകത്തിൽ നൽകുന്നുണ്ട്. അതിനുശേഷം നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വലിയ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചു, മഹാഭാരതം രചിച്ചു, മഹാഭാരതത്തിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട്. 3ാമത്തെ ശ്ലോകത്തിൽ മഹാഭാരതം രചിച്ചതിനെ കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് വലിയൊരു കൃതിയാണ്. കൃതവാൻ ഭാരതം യസ്തം സർവാർത്ഥ പരിഗ്രന്ഥിതം ജിജ്ഞാസിതം സുസമ്പന്നം അഭിധേ മഹദദ്ഭുതം. വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മഹാഭാരതം. കാരണം എന്താണ്, ഇത്രയും 1.5 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. ആ 1.5 ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങുന്ന മഹാഭാരതം അങ്ങ് രചിച്ചു. അത് വലിയൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന്റെ വിശദീകരണമൊക്കെ നൽകി, അർത്ഥമൊക്കെ വിശദീകരിച്ചെഴുതി. അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഒരു വിഷമം? എന്തുകൊണ്ടാണ് അങ്ങ് ചിന്താഗ്രസ്തനായിട്ടിരിക്കുന്നത്? എന്താണ് അങ്ങയുടെ വിഷമത്തിന്റെ കാരണം എന്ന് അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നു. 4ാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് നാരദ മഹർഷിയോട് വ്യാസദേവൻ പറയുന്നത്, അത് അങ്ങേക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു ഗുരുവിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ന്യൂനതകൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ആത്മീയമായിട്ട് പുരോഗമിക്കുന്ന സമയത്ത് ഒരു ഗുരുവിനോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നേറാൻ. നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഗുരു. അതുകൊണ്ട് ഗുരുവിൽ നിന്നും മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വ്യാസദേവൻ ഭഗവാന്റെ അവതാരമായിട്ട് പോലും നാരദ മഹർഷിയോട് നിർദ്ദേശങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങേക്ക് മാത്രമേ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യാസദേവൻ നാരദ മഹർഷിയോട് പറയും. 5ാമത്തെ ശ്ലോകത്തിൽ അതിൽ നാരദ മഹർഷിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം വ്യാസദേവൻ വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു കാരണം 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങ് ബ്രഹ്മാവിന്റെ പുത്രനാണ്. ബ്രഹ്മാവിനാണ് ഭഗവാൻ ആദ്യമായിട്ട് വേദങ്ങൾ നൽകിയിട്ടുള്ളത്. ആ ബ്രഹ്മാവിന്റെ പുത്രനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേക്കും വേദങ്ങളെല്ലാം അറിയാം. ആ വേദങ്ങളെല്ലാം അറിയുന്ന അങ്ങേക്ക് എന്റെ ഹൃദയത്തിലുള്ള പ്രശ്നത്തിനെ കുറിച്ചും അറിയാൻ സാധിക്കും. എന്താണ് എന്റെ അസംതൃപ്തിക്ക് കാരണം എന്ന് അങ്ങേക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട്
ചോദിക്കുന്നത് എന്ന് പറയും. അപ്പൊ നാരദ മഹർഷിയോട് എന്താണ് വ്യാസദേവൻ തന്റെ പ്രശ്നത്തിന് പരിഹാരം ചോദിക്കുന്നത്? നാരദ മഹർഷിയുടെ യോഗ്യതകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു യോഗ്യത പറയുന്നത് അദ്ദേഹം ബ്രഹ്മാവിന്റെ പുത്രനാണ്. 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പൃച്ഛാമഹേ ആത്മഭവ ആത്മഭൂത. അങ്ങ് ആത്മഭവനായിട്ടുള്ള ബ്രഹ്മാവിന്റെ ആത്മഭൂതനാണ്. ആത്മഭവൻ എന്നവിടെ പറയുന്നത് ബ്രഹ്മാവിനെ കുറിച്ചാണ്. സ്വയം ജനിച്ചവൻ എന്നാണ് ആത്മഭവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. സ്വയംഭൂ, ബ്രഹ്മാവിനെ സ്വയംഭൂ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം നേരിട്ട് ഭഗവാനിൽ നിന്നും ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ പുത്രനാണ് അങ്ങ്. ആദ്യമായിട്ട് ഭഗവാൻ വേദങ്ങൾ നൽകിയിട്ടുള്ള ബ്രഹ്മാവിന്റെ പുത്രനാണ്. അതുകൊണ്ട് അങ്ങേക്കെല്ലാം അറിയാം. ഇനി മറ്റൊരു കാരണം 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നാരദ മഹർഷിയുടെ മറ്റൊരു യോഗ്യത എന്താണ് പറയുന്നത്? സവൈ ഭവാൻ വേദ സമസ്ത ഗുഹ്യ ഉപാസിതോ യത് പുരുഷ പുരാണം പരാവരേഷോ മനസൈവ വിശ്വം സൃജത്യവത്യത്തി ഗുണൈർ അസംഗ. അങ്ങ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്ന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഉപാസകനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാം അറിയാം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അല്ലെ. ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമ സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. 15ാം അധ്യായത്തില്, ഭഗവത്ഗീതയില് 15ാം അധ്യായത്തില് പുരുഷോത്തമ യോഗത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ പരമപുരുഷനായിട്ട് ആരാണോ മനസ്സിലാക്കിയിട്ടുള്ളത്, ആരാണോ ഭഗവാനെ നിരന്തരം ആരാധിക്കുന്നത്, ആ വ്യക്തി എല്ലാ വേദങ്ങളും അറിഞ്ഞ വ്യക്തിയായിട്ട് മാറും എന്ന് പറയാം. സർവവിധ, ഭഗവാനെ അറിഞ്ഞവൻ എല്ലാം അറിഞ്ഞവനായിട്ട് മാറും എന്ന് പറയും. അപ്പൊ ഭഗവാനെ ആരാധിക്കുന്നതും വേദങ്ങൾ പഠിക്കുന്നതും തുല്യമാണ് എന്ന് പറയുന്നത്. ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുന്നതും വേദങ്ങൾ പഠിക്കുന്നതും തുല്യമാണ്. അപ്പോൾ ഇവിടെ നാരദ മഹർഷി അങ്ങനെയുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്ന വ്യക്തിയാണ്. നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തിയാണ്. ഭഗവാന്റെ കീർത്തികൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും അജ്ഞാനത്തിന് അടിമപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. അതും അങ്ങയുടെ ഒരു ഗുണമാണ്, ഒരു ക്വാളിറ്റിയാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യാസദേവൻ പറയുന്നുണ്ട്. ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാവിധ ജ്ഞാനവും ഉണ്ടാകും എന്ന് പറയും. ഇനി മറ്റൊരു കാര്യം 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അങ്ങ് 14 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകി, സൂര്യനെ പോലെ എല്ലാ ലോകത്തിലും സഞ്ചരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യനും ഈ ലോകം പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ മാത്രമാണ് ഈ പ്രപഞ്ചത്തില് ആവശ്യമായിട്ടുള്ള പ്രകാശം എല്ലാ ഗ്രഹങ്ങൾക്കും നൽകുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. മോഡേൺ സയൻസ് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൂര്യന്മാരില്ല. അവർ പറയുന്നു നക്ഷത്രങ്ങളൊക്കെ സൂര്യനെ പോലെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ വൈദിക സാഹിത്യം പറയുന്നത് സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നത് എന്നുള്ളതാണ്. അല്ല, യച്ചുരേഷ സവിത സകല ഗ്രഹാണ രാജ സമസ്ത സുരമൂർത്തിർ അശേഷ തേജ. എല്ലാ ഗ്രഹങ്ങൾക്കും തേജസ് നൽകുന്നത് ഒരേ ഒരു സൂര്യനാണ്. ഇവിടെ പറയുന്നു ത്വം പര്യടൻ അർക്ക ഇവ ത്രിലോകി, അർക്കനെ പോലെ സൂര്യനെ പോലെ അങ്ങ് 14 ലോകങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യനും ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം അങ്ങ് 14 ലോകങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ ലോകത്തിൽ നടക്കുന്ന കാര്യവും അങ്ങേക്കറിയാം. അങ്ങേക്ക് അത്രയും അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ് എന്ന് പറയും. മറ്റൊരു ക്വാളിറ്റി, നാരദ മഹർഷിയുടെ മറ്റൊരു ക്വാളിറ്റി പറയുന്നത് അന്തശ്ചരോ വായു ഇവാത്മസാക്ഷി. അങ്ങേക്ക്
14 ലോകങ്ങളിൽ മാത്രമല്ല ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുന്നത്, അങ്ങേക്ക് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കും എന്ന് പറയും. വായുവിനെ പോലെ ഒരു വ്യക്തിയുടെ അകത്തേക്ക് പ്രവേശിക്കാനും അങ്ങേക്ക് സാധിക്കും എന്ന് പറയുന്നു. കാരണം എന്താണ്? അങ്ങ് പരമാത്മാവിനെ പോലെ പരിശുദ്ധനാണ്. ആത്മസാക്ഷി എന്ന് പറയുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവിനെ പോലെ തന്നെയാണ് അങ്ങ്. അതുകൊണ്ട് പരമാത്മാവിനെ അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങേക്കും അറിയാൻ സാധിക്കും എന്ന് പറയുന്നു. പരമാത്മാവിന് ഒരു ജീവാത്മാവിന്റെ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും അറിയാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നത് ഗതിർ ഭർത്ത പ്രഭു സാക്ഷി, ഞാൻ സാക്ഷിയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന ജീവാത്മാവിന്റെ ഹൃദയത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാക്ഷിയായിരുന്നു കാണാൻ ആർക്ക് സാധിക്കും? പരമാത്മാവിന് സാധിക്കും. അതേപോലെ തന്നെ പരിശുദ്ധനാണ് പരമാത്മാവിനെ പോലെ അങ്ങ് പരിശുദ്ധനാണ്. അതുകൊണ്ട് അങ്ങേക്ക് എന്റെ ഹൃദയത്തിലുള്ള പ്രശ്നത്തിനെ കുറിച്ചും അറിയാൻ സാധിക്കുമെന്നിവിടെ വ്യാസദേവൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതുവരെ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ, വേദങ്ങളൊക്കെ രചിച്ചതിൽ, പുരാണങ്ങൾ രചിച്ചതിൽ, ഇതിഹാസമായിട്ടുള്ള മഹാഭാരതം രചിച്ചതിൽ എന്താണ് ന്യൂനത, അതിന്റെ ന്യൂനത എന്താണ് എന്ന് പറഞ്ഞു തരണം എന്നിവിടെ വ്യാസദേവൻ ചോദിക്കുകയാണ്. സ്നാതസ്യമേ ന്യൂനമലം വിചക്ഷ, ആ ന്യൂനത എന്താണെന്ന് മനസ്സിലാക്കി തരണം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്, അത് പെർഫെക്റ്റ് ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു ഗുരുവിന് നമ്മുടെ മിസ്റ്റേക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഗുരു മീൻസ് ഓൾവേസ് ഫൈൻഡിങ് മിസ്റ്റേക്ക് എന്ന് പറയുന്നുണ്ട്. ഗുരുവിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് തരിക എന്നുള്ളത് ഗുരുവിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവിടെ വ്യാസദേവൻ ചോദിക്കുന്നു, എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക്, എന്താണ് എന്റെ രചനയ്ക്കുള്ള ന്യൂനത, അത് അങ്ങ് പറഞ്ഞു തരണം എന്നാണ് ഇവിടെ വ്യാസദേവൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഗുരുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇതാണ്, നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് പറഞ്ഞു തരും എന്നുള്ളതാണ്. അതാണ് ഗുരുവിന്റെ ഡ്യൂട്ടി. അപ്പൊ വ്യാസദേവൻ അതാണ് ചോദിക്കുന്നത്, എന്താണ് ന്യൂനത എന്ന് ചോദിച്ചു. ആ ന്യൂനതകൾ ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 8ാമത്തെ ശ്ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാന ന്യൂനത, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നാരദ മഹർഷി ആദ്യം തന്നെ പറയുന്നു. എന്താണ് പറയുന്നത്? ശ്രീ നാരദ ഉവാച ഭവതാ അനുദിതപ്രായം യസ്യ ഭഗവത അമലം യേന ഏവ അസൗ ന തുഷ്യതേ മന്യേ തദ്ദർശനം ഖിലം. അങ്ങ് പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ യശസ്സിനെ കുറിച്ച്, യശോ ഭഗവതോ അമലം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നിഷ്കളങ്കമായിട്ടുള്ള, ഭഗവാന്റെ പവിത്രമായിട്ടുള്ള യശസ്സിനെ കുറിച്ച്, കീർത്തിയെ കുറിച്ച് ഒന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങയുടെ ശാസ്ത്രങ്ങളിൽ, അങ്ങയുടെ രചനകളിൽ നേരിട്ട് വിശദീകരിച്ചിട്ടില്ല. അതാണ് അങ്ങയുടെ രചനയുടെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. അപ്പൊ നേരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളെ അങ്ങ് വർണ്ണിച്ചിട്ടില്ല. പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല പറയുന്നത്. അല്ലെ, പാണ്ഡവരുടെ ചരിത്രം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഭഗവാനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ യശസ്സിനെ നേരിട്ട് അങ്ങ് കീർത്തിച്ചിട്ടില്ല. അത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷി പറയാണ്. അങ്ങനെയുള്ള രചനകളെ നാരദ മഹർഷി എന്തായിട്ടാണ് പറയുന്നത്? മന്യേ തദ്ദർശനം ഖിലം എന്നാണ് പറയുന്നത്. ഖിലം, അങ്ങനെയുള്ള രചനകൾ, ഭഗവാന്റെ കീർത്തികളില്ലാത്ത രചനകൾ, ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കാത്ത രചനകൾ, അതെന്താണ്? ഖിലമാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആ രചനകളെ തള്ളുകയാണ്. ഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രധാനം, യാതൊരു പ്രാധാന്യമില്ല, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, പ്രയോജനരഹിതമായിട്ടുള്ള രചനകളാണ് എന്ന് പറയും. എല്ലാ രചനകളുടെയും പ്രധാന ഉദ്ദേശം എന്താണ്? ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളതാണ്. അല്ലെ, വേദങ്ങളുടെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്?
ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളതാണ്. ഭഗവത്ഗീതയിൽ പറയുന്നത് വേദേശ്ച സർവേ അഹമേവ വേദ്യോ. എല്ലാ വേദങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ കീർത്തിക്കേണ്ടതും ആരെയാണ്? ഭഗവാനെയാണ്. വേദങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം, എന്നെ കീർത്തിക്കുകയാണ് വേണ്ടത്, അല്ലെ? മച്ചിത്താം അദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീചാരമത്യജ. നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്? ഭഗവാനെ കീർത്തിക്കുമ്പോഴാണ്. ബോധയന്ത പരസ്പരം, ഭഗവാനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. തുഷ്യന്തി, നമ്മൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ മറ്റു വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹൃദയത്തിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അങ്ങ് വിട്ടുപോയി, നേരിട്ട് ഭഗവാനെ കുറിച്ച് കീർത്തിച്ചില്ല. അതുകൊണ്ട് അങ്ങയുടെ രചനകളൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? അപ്രധാനം എന്നുള്ള കാറ്റഗറിയിൽ വരും. ഇമ്പോർട്ടന്റ് അല്ലാത്ത രചനകളായിട്ട് വരും, ഖിലമായിട്ട് വരും എന്ന് പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. നേരിട്ട് ഭഗവാനെ കീർത്തിച്ചിട്ടില്ല. അതാണ് അങ്ങ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് അങ്ങേക്ക് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ലഭിക്കാത്തത്. ഇത്രയും രചനകളൊക്കെ രചിച്ചു, വേദങ്ങളൊക്കെ വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചു. ഇത്രയും പുരാണങ്ങൾ രചിച്ചു, മഹാഭാരതം രചിച്ചു, അത് വിശദമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രചിച്ചു. അതൊക്കെ രചിച്ച രചയിതാവിന് സംതൃപ്തി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ പിന്നെ ആ വേദങ്ങളൊക്കെ പഠിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്കും പൂർണ്ണമായിട്ട് ഒരിക്കലും സംതൃപ്തി ലഭിക്കുന്നില്ല. അത് രചിച്ച ആൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെ? വേദങ്ങളൊക്കെ രചിച്ച വ്യാസദേവന് പൂർണ്ണ സംതൃപ്തി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാനെ കുറിച്ച് നേരിട്ട് വിസ്തരിച്ച് പ്രതിപാദിക്കാത്തത് കൊണ്ട്. അപ്പം ഒരു വ്യക്തിയുടെ ജ്ഞാനത്തിന്റെ പൂർണ്ണത ലഭിക്കുന്നത് എപ്പോഴാണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ കീർത്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ലഭിക്കുന്നത് എന്ന് പറയുന്നത്. അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വ്യാസദേവന് പോലും തൃപ്തിയായിട്ടില്ല എന്നുള്ള കാര്യം ഇവിടെ വിശദീകരിക്കുന്നത്. അല്ല, ഞാൻ ത്രിവേദിയാണ്, ദ്വിവേദിയാണ് എന്ന് പറയുന്നവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതെല്ലാം രചിച്ചിട്ടുള്ള വ്യാസദേവന്റെ അവസ്ഥ തൃപ്തിയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ വേദങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം പൂർണ്ണതയിലെത്തും എന്ന് വിചാരിക്കുന്നവരുടെ അവസ്ഥയും അത്ര തന്നെയുള്ളൂ. അവർക്കും പരിപൂർണതയിലെത്താൻ സാധിക്കുന്നില്ല. അതിനെല്ലാം ഖിലമായിട്ട് ഇവിടെ നാരദ മഹർഷി തള്ളിപ്പറയുകയാണ് ചെയ്തത്. തദ്ദർശനം ഖിലം എന്ന് പറയും, മൂല്യരഹിതമാണ് എന്ന് പറയും. ഇനി മറ്റൊരു കാര്യം എന്താണ്? ഈ രചനകളിലൊക്കെ വ്യാസദേവൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ്, അല്ല? നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അങ്ങയുടെ രചനകളൊക്കെ എന്ന് പറയുന്നത്. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മതപരമായ അനുഷ്ഠാനങ്ങളിൽ ആരംഭിക്കുന്ന 4 തത്വങ്ങൾ സവിസ്തരമായി താങ്കൾ വിശദീകരിച്ചുവെങ്കിലും ശ്രേഷ്ഠ ഋഷിയായ അങ്ങ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചില്ല. അപ്പൊ വേദങ്ങളൊക്കെ രചിക്കുന്ന സമയത്ത് എന്തിനു പ്രാധാന്യം കൊടുത്തിട്ടായിരുന്നു രചിക്കേണ്ടത്? അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ രചിക്കേണ്ടത് ഭഗവാന്റെ ലീലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു രചിക്കേണ്ടത്. പക്ഷെ ഇവിടെ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ്. ഈ ലോകത്ത് തന്നെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, എങ്ങനെ ധാർമ്മികമായിട്ട് ജീവിക്കാം, എങ്ങനെ പുണ്യപ്രവൃത്തികൾ ചെയ്യാം, എങ്ങനെ പുണ്യവാന്മാരായിട്ട് ജീവിക്കാം, അങ്ങനെ പുണ്യം ചെയ്ത് ഉയർന്ന ലോകങ്ങളിലേക്ക് എങ്ങനെ പോകാം, ഇതൊക്കെ വേദങ്ങളിൽ വിശദമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതൊക്കെ വായിക്കുന്ന സമയത്ത് ആളുകൾ എന്ത് വിചാരിക്കും? പുണ്യം ചെയ്യുക, ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ നല്ല കർമ്മം ചെയ്താൽ മതി, ആളുകൾ പറയുന്നത് കേൾക്കാം, അല്ലെ? നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ
നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി, പുണ്യം ചെയ്താൽ മതി, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെയാണ് വേദങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതിനത്രയും പ്രാധാന്യം കൊടുത്ത് അത്രയും വിശദീകരിച്ച് എഴുതിയത് കൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കും, ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ എന്താണ്, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക, നല്ല ആളുകളായിട്ട് ഇരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതാണ് എല്ലാ വേദങ്ങളുടെ ഉദ്ദേശം എന്ന് അവരെ തെറ്റിദ്ധരിക്കും. അത്രയ്ക്കും പ്രാധാന്യം അങ്ങ് അതിനാണ് കൊടുത്തിട്ടുള്ളത്. ധർമ്മം, അർത്ഥം, ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കുക, അതിലൂടെ ധനസമ്പാദനം നടത്തുക, ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ ധനസമ്പാദനം നടത്തുക, ഈ ലോകത്തിൽ സുഖമായി ജീവിക്കുക, കാമം, ഇവിടെയുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുക, നല്ല വീട്, നല്ല കുടുംബം, അല്ലെ, നല്ല സമൂഹം, അതിൽ സുഖമായിട്ട് ജീവിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വേദങ്ങളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനാണ് ത്രിവർഗം എന്ന് പറയുന്നത്. ഈ 3 തത്വങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ത്രിവർഗം എന്ന് പറയുന്നത്. ധർമ്മം, അർത്ഥം, കാമം. പക്ഷെ ഈ ത്രിവർഗങ്ങളും പൂർണ്ണമായിട്ടും നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാൻ പറയുന്ന അല്ലെ, എന്താണ് പറയുന്നത്? ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭത്തെ. ത്രയീധർമ്മങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, ഈ 3 തത്വങ്ങൾ നമ്മൾ പാലിച്ചാലും, വേദങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ ഇതാണ്. ത്രൈഗുണ്യ വിഷയാവേദ, ത്രൈഗുണ്യങ്ങളെ കുറിച്ചാണ് വേദങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അത് മുഴുവൻ അനുസരിക്കുന്നവരുടെ ഗതി എന്താണ്? ഗതാഗതം കാമകാമാലഭത്തെ. ഗതാഗതം, മുകളിലേക്ക് പോകാം, പുണ്യങ്ങളൊക്കെ ചെയ്ത് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. ക്ഷീണേ പുണ്യ മൃത്യുലോകം വിശന്തി, പുണ്യം ചെയ്യിക്കുന്ന സമയത്ത് താഴോട്ടും വരാം. അപ്പം ഇവരെ വീണ്ടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും വേദങ്ങളൊക്കെ രചിച്ചിട്ടും എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? ഗതാഗതം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത്. മുകളിലേക്ക് പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന, ബ്രഹ്മലോകം മുതൽ പാതാളം വരെയുള്ള ലോകങ്ങളോടെ ഇവർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരിക്കലും ഈ ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി അങ്ങ് പറഞ്ഞു കൊടുക്കുന്നില്ല. സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. മോക്ഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ആ മോക്ഷവും എന്താണ്? ഇൻകംപ്ലീറ്റ് ആണെന്ന്. അല്ലെ, ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാത്ത മോക്ഷവും താൽക്കാലികമാണ്, അവർക്കും തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത്. ബ്രഹ്മസായുജ്യം ലഭിച്ചാൽ പോലും നമ്മൾക്ക് കർമ്മം ചെയ്യാനുള്ള വാസനയുള്ളത് കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ അവരും ഈ ചക്രത്തിൽ പെട്ടുപോകുന്നു. അപ്പോൾ അങ്ങ് ആ ഒരു വിഷയത്തിന്, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. നേരിട്ട് നത്തഥാ വാസുദേവസ്യ മഹിമാഹി അനുവർണിത, അങ്ങ് എന്ത് ചെയ്തില്ല? നേരിട്ട് വാസുദേവന്റെ മഹിമകളൊന്നും കീർത്തിച്ചില്ല. ഭഗവാൻ വാസുദേവന്റെ മഹിമകൾ നേരിട്ട് കീർത്തിക്കണമായിരുന്നു, അത് ചെയ്തിട്ടില്ല. അതാണ് അങ്ങയുടെ രചനകളുടെ ന്യൂനത എന്ന് നേരിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അല്ലെ, അതാണ് ഗുരുവിന്റെ ഡ്യൂട്ടി. എന്താണ് ന്യൂനത എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. ന്യൂനത വളരെ കൃത്യമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യങ്ങൾ അങ്ങ് വർണ്ണിച്ചില്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് വേദത്തിന്റെ ലക്ഷ്യമെന്ന് വേദങ്ങൾ പുരാണങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അവർക്ക് തോന്നും. അവരങ്ങനെ വീണ്ടും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ നല്ലതാണ്. ഭക്തി എന്ന് പറയുന്നത് ഈ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു മാർഗമാണ് എന്ന് അവർ വിചാരിക്കും. പക്ഷെ ഭക്തിയാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മം. വാസുദേവ പരോധർമ്മ, ആ കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഭഗവാൻ വാസുദേവനെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു ധർമ്മവും ഇല്ല എന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് ന്യൂനതയാണ് എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. പിന്നീട് അങ്ങനെയുള്ള ആ രചനകളെ കുറിച്ച് നാരദ മഹർഷി വിശദീകരിക്കുന്നുണ്ട്. 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നയദ്വച ചിത്രപദം ഹരേ യശോ ജഗത് പവിത്രം പ്രഗണീത കർഹിച്ചിത് തദ്വായസം തീർത്ഥം ഉശന്തി മാനസ നയത്ര ഹംസ നിരവന്തി ഉശിക്ഷയ.
ഭഗവാന്റെ മഹത്വങ്ങൾ കീർത്തിക്കാത്ത രചനകൾ, സാധാരണ രചനകൾ, ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ചൊന്നും പറയാത്ത രചനകൾ, അത് ഏതുപോലെയാണ് എന്ന് പറയുന്നു. തദ് വായസം തീർത്ഥം, അത് വായസ തീർത്ഥമാണ് എന്ന് പറയും. വായസ തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായസം എന്ന് പറയുന്നത് എന്താണ്? കാക്കയാണ്. കാക്കകൾ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണോ ചപ്പുചവറുകൾ ഉള്ളത്, വേസ്റ്റ് മെറ്റീരിയൽസ് ഉള്ളത്, അവിടെയാണ് കാക്കകൾ ഉണ്ടാവുക. ഭൗതിക വിഷയങ്ങൾ ആരൊക്കെയാണോ സംസാരിക്കുന്നത് അവിടെയാണ് കാക്കകൾക്ക് താല്പര്യം. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. പക്ഷെ അരയന്നങ്ങൾ എത്ര ഹംസാനിരമന്തി ഉശിക്ഷയ, കാക്കകളുടെ സ്ഥലമല്ല അരയന്നങ്ങളുടെ ഇഷ്ട സ്ഥലം. അരയന്നങ്ങൾക്ക് എവിടെയാണ് ഇഷ്ടമുള്ളത്? അവർക്ക് നല്ല തെളിഞ്ഞ താമരപ്പൊയ്കകളാണ് ഇഷ്ടം. താമരകൾ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ശുദ്ധിയുള്ള ജലത്തിലാണ് അരയന്നങ്ങൾ ഉണ്ടാവുക. കാക്കകൾ അവിടേക്കും വരുന്നില്ല, അരയന്നങ്ങൾ കാക്കകളുടെ സ്ഥലത്തേക്കും പോകുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഭക്തന്മാർ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന രചനകളാണ്. അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്നതിലോ അല്ലെങ്കിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ച് പറയുന്നതിലോ ഭക്തന്മാർക്ക് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള രചനകൾ വായസം തീർത്ഥമാണ് എന്ന് പറയും. ഭഗവാനെ കുറിച്ച് കീർത്തിക്കാത്ത രചനകളൊക്കെ ചപ്പുചവറുകൾ കൊണ്ടിടുന്ന സ്ഥലമാണ്. അവിടേക്ക് ആരാണ് വരുന്നത്? കാക്കകളാണ് വരുന്നത് എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞു. അപ്പൊ നേരത്തെ മഹാഭാരതത്തിനെയും മറ്റു രചനകളെയൊക്കെ കീർത്തിച്ചെങ്കിലും അതിന്റെ ന്യൂനതകളെ വളരെ വ്യക്തമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ഇനി 11ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നത് അപൂർണമായിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നത്, ഇവിടെ നേരത്തെ പറഞ്ഞു ചിത്രപദം, വളരെ ആലങ്കാരികമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഭഗവാനെ കീർത്തിക്കാത്ത രചനകൾ, സാധാരണ രചനകൾ, ആ രചനകൾ എന്താണ്? വായസം തീർത്ഥമാണെന്നുള്ളത്. അല്ല, വലിയ വലിയ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ഗ്രാമറാണ്, വളരെ വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്, ഗ്രാമറൊക്കെ വളരെ കറക്റ്റാണ്. ചിത്രപദം, വളരെ നല്ല അലങ്കാരങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണ്? ഭഗവാനെ കീർത്തിക്കാനല്ല ആ വാക്കുകൾ ഉപയോഗിച്ചതെങ്കിൽ, ഭഗവാനെ കീർത്തിക്കാനല്ല ആ അലങ്കാരങ്ങളും നല്ല പദങ്ങളും ഒക്കെ ഉപയോഗിച്ചതെങ്കിൽ അതെന്താണ്? അത് വേസ്റ്റ് ആണ്, അത് ചപ്പുചവറുകളാണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഇനി അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യം പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 11ാമത്തെ ശ്ലോകത്തിൽ. എന്താണ്? ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്നുണ്ട്, പക്ഷെ അത് വലിയ അലങ്കാരങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല. അതിൽ ചിലപ്പോൾ ഗ്രാമാറ്റിക്കലായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകാം. എന്താണ്? വ്യാകരണപരമായിട്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ പോലും കുഴപ്പമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി, ഓരോ ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴും തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടാകും. ചിലപ്പോൾ സംസ്കൃതം കറക്റ്റായിട്ടായിരിക്കില്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. കാരണം എന്താണ്? ആ വാക്കുകൾ ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ, നാമാനി അനന്തസ്യ യശോങ്കിതാനി, അനന്തനായിട്ടുള്ള ഭഗവാനെ കീർത്തിക്കാനാണ് ആ വാക്കുകൾ ഉപയോഗിച്ചതെങ്കിൽ, ആ രചന ഉപയോഗിച്ചതെങ്കിൽ അത് ഭക്തന്മാർ അംഗീകരിക്കും എന്നാണ് പറയുന്നത്. ശൃണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവ, ഭക്തന്മാർ അതിനെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്ന് പറയും. അതിൽ വലിയ അലങ്കാരമൊന്നും ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഗ്രാമറിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി പോയാലും കുഴപ്പമില്ല. യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്തപി, തെറ്റായിട്ടാണ് ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്, കറക്റ്റ് അല്ല, എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് പറയും. അല്ലെ, ഭഗവത്ഗീതയിലും ഇതേ കാര്യം പറയുന്നുണ്ട്, ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. 2ാമത്തെ അധ്യായത്തിൽ 40ാമത്തെ
ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ സംബന്ധിച്ച കാര്യങ്ങൾ പരിപൂർണമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അതിന് ദോഷമൊന്നുമില്ല. പല ആളുകൾക്കും ഇതാണ് പേടി, അല്ലെ? ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വലിയ ദോഷമാണ്, അല്ലെ എന്നൊക്കെ പറയും ആളുകൾ. അത് വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കും. സംസ്കൃതം പഠിച്ചാലേ വായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? നാരദ മഹർഷി പറയുന്നു, യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി. ഓരോ ശ്ലോകത്തിലും തെറ്റുകളോട് കൂടിയിട്ടാണ് വായിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല. അത് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും പരിപൂർണ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മൾക്ക് ഇവിടെ ഒരു ലീല അറിയാം, ഗുരുവായൂർ നടന്ന ലീല, പൂന്താനത്തിന്റെ ലീല. പൂന്താനം സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് തെറ്റിപ്പോയി, അല്ലെ? അമരപ്രഭു എന്ന, അമരപ്രഭു ദേവന്മാരുടെയൊക്കെ നാഥ എന്ന് വിളിക്കേണ്ടതിന് പകരം തെറ്റായിട്ട് മരപ്രഭു എന്ന് വിളിച്ചുപോയി. അപ്പം ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിനെ കളിയാക്കി, നിങ്ങൾ എന്താണ് പറയുന്നത് ഭഗവാനെ കുറിച്ച്? നിങ്ങൾക്ക് എന്താണ് ഭഗവാനെ കുറിച്ച് അറിയുന്നത്? മരപ്രഭു എന്നാണോ ഭഗവാനെ വിളിച്ച് കളിയാക്കുകയല്ല ചെയ്യുന്നത്, അമരപ്രഭു എന്നാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു, അല്ലെ? ആ സമയത്ത് ശ്രീകോവിലിനകത്തു നിന്ന് ഭഗവാൻ പറഞ്ഞു, പിന്നെ മരങ്ങളുടെ പ്രഭു ആരാണ് എന്ന് ചോദിച്ചു, അല്ലെ? ഞാൻ തന്നെയാണ് മരത്തിന്റെയും മരങ്ങളുടെയും പ്രഭു ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പൂന്താനത്തിനെ സപ്പോർട്ട് ചെയ്തു ഭഗവാൻ. അതേപോലെ ഭഗവാനെ കുറിച്ച് കീർത്തിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തെറ്റുകൾ നോക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാം, അല്ലെ? ഭക്തന്മാർ പണ്ഡിതന്മാരായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഭക്തന്മാരും ഭഗവാനും അതിനെ അംഗീകരിക്കുമെന്നാണ് ഇവിടെ നാരദ മഹർഷി പറയുന്നത്. നാമാനി അനന്തസ്യ യശോങ്കിതാനി. കാരണം എന്താണ്? അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ കീർത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് അവർ ചെയ്യുന്നത് കൊണ്ട് അബദ്ധങ്ങൾ വന്നാൽ പോലും അതാരും കണക്കാക്കാറില്ല. അതിന് യാതൊരു ദോഷവുമില്ല. അതിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി അവർ അംഗീകരിക്കും എന്ന് പറയും. ഇതേ കാര്യം ഈ ശ്രീമദ് ഭാഗവത രചനയുടെ ഇൻട്രൊഡക്ഷനിൽ ശീലപ്രഭാതർ എഴുതുന്നുണ്ട്. ശീലപ്രഭാതർ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീമദ് ഭാഗവതത്തിന് ഭാവാർത്ഥം എഴുതുന്ന സമയത്ത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശീലപ്രഭാതർ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, ഇതിൽ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ പോലും ഇവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അബദ്ധത്തോട് കൂടിയിട്ടാണെങ്കിലും അതിനെ ഭക്തന്മാർ അംഗീകരിക്കും എന്ന് പറയുന്നു. അപ്പൊ ശീലപ്രഭാതരെ പോലെ അത്രയും ഓതന്റിക് ആയിട്ടുള്ള ഒരു രചന ഉണ്ടായിട്ടില്ല ലോകത്തിൽ, അല്ല? ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു രചന, അതിന്റെ രചയിതാവ് ശീലപ്രഭാതർ പോലും അത്രയും അദ്ദേഹത്തിന്റെ ഒരു വിനയം നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ശ്ലോകം ശീലപ്രഭാതർ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അബദ്ധങ്ങളോടുകൂടി ആണെങ്കിലും ഭഗവാനെ കുറിച്ച് കീർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തദ്വാഗ് വിസർഗോ ജനതാക വിപ്ലവം. അത് ആ രചന അല്ലെങ്കിൽ ആ കീർത്തനം അത് ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. വിപ്ലവം, ജനതാക വിപ്ലവം, വിപ്ലവം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ജനസമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഭാഗവതം പറയുന്നത്. അല്ല, വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ മാറ്റം, പരിവർത്തനം. സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. കൂടുതൽ നല്ലതാവണം, മെച്ചപ്പെടണം, നമ്മളും നമ്മുടെ സമൂഹവും കൂടുതൽ മെച്ചപ്പെടണം എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് വിപ്ലവം. പലരും പല രീതിയിലാണ് വിപ്ലവം ചെയ്തു നോക്കുന്നത്. പക്ഷെ ഭാഗവതത്തിലും വിപ്ലവത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വിപ്ലവം എന്നുള്ള വാക്ക് തന്നെ ഭാഗവതത്തിൽ നിന്നാണ് വരുന്നത്. ജനതാക വിപ്ലവം, റവല്യൂഷൻ. എന്താണ് വിപ്ലവം? നമ്മുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാവുക. നമ്മുടെ ചുറ്റുപാടിലും ഉള്ള വ്യക്തികളുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാവുക. എങ്ങനെയാണ് ആ പരിവർത്തനം ഉണ്ടാകുന്നത്? ഭഗവാനെ കുറിച്ച് ശുദ്ധമായിട്ടുള്ള ജ്ഞാനം, ഭഗവാനെ കുറിച്ച് കീർത്തിക്കുമ്പോഴാണ് ആ പരിവർത്തനം ഉണ്ടാകുന്നത് എന്ന് പറയും.
ഭാഗവതമാണ് സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഗ്രന്ഥം. ഭാഗവതം വായിക്കുക, ഭാഗവതം പ്രചരിപ്പിക്കുക, അപ്പോൾ സ്വാഭാവികമായിട്ടും വിപ്ലവം ഉണ്ടാകും, വലിയ വിപ്ലവം ഉണ്ടാകും, അല്ലെ? അത് നമുക്ക് കാണാൻ സാധിച്ചു. ശ്രീൽ പ്രഭുപാദര അമേരിക്കയിലേക്ക് പോയ സമയത്ത് ഭാഗവതം കൊണ്ടായിരുന്നു പോയത്. ഭാഗവതത്തിന്റെ കോപ്പീസുമായിട്ടാണ് ശ്രീൽ പ്രഭുപാദർ പോയത്. മഹാഭാഗവതനും ഭാഗവതവുമായിട്ടാണ് പോയത് അമേരിക്കയിലേക്ക്. ആ ഭാഗവതന്മാരാണ് അവിടെ വിപ്ലവം ഉണ്ടാക്കിയത്. നമ്മളെ പ്രത്യക്ഷത്തിൽ കണ്ട വിപ്ലവമാണ്, അല്ലെ? അവിടെ ഹിപ്പികളായിട്ട് ജീവിച്ചിരുന്നവര് വലിയ വൈഷ്ണവന്മാരായിട്ട് അവർ മാറി. അത് വിപ്ലവമാണ്. അത് ലോകത്തിൽ നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ള വിപ്ലവമാണ്. ആ വിപ്ലവം ആരാണ് ഉണ്ടാക്കിയത്? ഭാഗവതം ഉണ്ടാക്കിയ വിപ്ലവമാണ്. മഹാഭാഗവതനായിട്ടുള്ള ശ്രീല പ്രഭുപാദർ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവമാണ്. ഇപ്പോഴും ആ വിപ്ലവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിപ്ലവത്തിനെ കുറിച്ചാണ് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാനെ കീർത്തിക്കുകയാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ ഭഗവാനെ കീർത്തിക്കുകയാണെങ്കിൽ, അതിൽ തെറ്റുകളുണ്ടെങ്കിൽ പോലും യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത്യപി, ഓരോ ശ്ലോകത്തിലും ചിലപ്പോൾ ഗ്രാമാറ്റിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ സംസ്കൃതം വായിക്കുമ്പോഴുള്ള മിസ്റ്റേക്ക് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പോലും എന്ത് സംഭവിക്കും? ശൃണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവ, ഭക്തന്മാരായിട്ടുള്ള ശുദ്ധ ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ അത് ഹൃദയപൂർവ്വം കേൾക്കും. അവരത് കേൾക്കുമെന്നാണ് പറയുന്നത്. ശൃണ്ണന്തി ഗായന്തി, അവരത് കീർത്തിക്കും. ഗൃണന്തി, അത് അവരത് സ്വീകരിക്കും, പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രചനയാണ് നാരദ മഹർഷി വ്യാസദേവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് വരണം. അങ്ങനെ ഒരു ഭാഗവതം അങ്ങ് രചിക്കണം, ഭഗവാനെ നേരിട്ട് കീർത്തിക്കുന്ന രചന ഉണ്ടാകണം. അതിൽ അബദ്ധങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് അങ്ങ് മടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു രചന ഉണ്ടാകണമെന്നാണ് നാരദ മഹർഷി പറയുന്നത്. വീണ്ടും ഭാഗവത രചനയുടെ പ്രാധാന്യത്തിനെ കുറിച്ച് നാരദ മഹർഷി വ്യാസദേവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം.